കുഞ്ഞുങ്ങളുടെ ചോര, സ്ത്രീകളുടെ വിലാപം, നിരപരാധികളുടെ കണ്ണീർ. പലസ്തീനിലെ വംശഹത്യ ലോകത്യാകെ മുറിവേൽപ്പിച്ചപ്പോൾ യൂറോപ്പിലും പ്രതിഷേധം അണപൊട്ടി. ഇറ്റലിയിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായി ഇസ്രായേലിനെതിരെ വലിയ പ്രക്ഷോഭമുണ്ടായി. ലോകകപ്പിൽ നിന്ന് ഇസ്രായേൽ ടീമിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് കായിക മേഖലയിൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ യുദ്ധസമയത്ത് തന്നെ ഇസ്രായേലിനെതിരെ പരസ്യ നിലപാടെടുത്തിയാളാണ് ഇറ്റാലിയൻ പരിശീലകൻ ഗന്നാരോ ഗട്ടുസോ. നിർണായക മത്സരത്തിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന നിസ്സഹായത പറഞ്ഞാണ് ഗട്ടുസോ പലസ്തീൻ അനുകൂല നിലപാട് ആവർത്തിച്ചത്. മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ 3-0 തോറ്റതായി കണക്കാക്കുന്നതിനാൽ ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂവെന്ന് ഗട്ടുസോ പറയുന്നു. ഗാസയിലെ വെടിനിർത്തലിലും വീടുകളിലേക്ക് ആളുകൾ മടങ്ങിയെത്തുന്നത് കാണുന്നതും വലിയ സന്തോഷമെന്നും ഇറ്റാലിയൻ കോച്ച്. കളിക്കളത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടനം നടത്തുമെന്ന് പിന്തുണയ്ക്കുന്നവർക്ക് വാഗ്ദാനം. സാമൂഹിക മാധ്യമങ്ങളിലും ഇറ്റാലിയൻ പരിശീലകന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഗ്രൂപ്പിൽ നോർവേക്ക് പിന്നിൽ 2ാം സ്ഥാനത്തുള്ള ഇറ്റലിക്ക് ലോകകപ്പ് യോഗ്യതയ്ക്കായുള്ള പ്രതീക്ഷ ശക്തമാക്കാൻ ജയിച്ചേ തീരൂ. കഴിഞ്ഞ 2 ലോകകപ്പിലും ഇറ്റലി യോഗ്യത നേടിയിരുന്നില്ല. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ 10,000-ഓളം കാണികളെ മാത്രമാണ് സ്റ്റേഡിയത്തിൽ അനുവദിക്കുകയെന്നാണ് റിപ്പോർട്ട്. കനത്ത സുരക്ഷയാണ് മത്സരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.